എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് സാമഗ്രികളായിട്ടാണല്ലേ വന്നത്. വേറെ ഒന്നുമല്ല, എങ്ങനെ കുറഞ്ഞ ചിലവിൽ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാമെന്നുള്ള ഒരു പരീക്ഷണമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ടൗണിലൊക്കെ പോയപ്പോൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മാല വാങ്ങിച്ചു. ഈ പച്ച കളറുള്ള മാല, ഈ ഒരു മാലക്ക് 50 രൂപയായിട്ടാണ് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ അവിടെ ഇതുപോലെ ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു കേട്ടോ, ചെറുത്. അതിന് തന്നെ ക്രിസ്മസ് ട്രീക്ക് മാത്രം 100 രൂപയായിരുന്നു. പിന്നെ അതിനകത്ത് വെക്കുന്ന ഐറ്റംസിനൊക്കെ വേറെ പൈസയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു മാല വാങ്ങിയിട്ടൊന്ന് ആക്കാമെന്ന്. അപ്പോൾ എങ്ങനെ ആക്കുന്നുള്ള ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്റ്റാറും ബാക്കി കുറച്ച് സാധനങ്ങളും വാങ്ങിയിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നു. വീട്ടിലെത്തിയപ്പോഴാണ് ഈ കുപ്പി കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കുപ്പിയിൽ വെച്ച് തന്നെ തുടങ്ങാം. നമുക്കൊരു എന്താ പറയണ്ട, ഒരു ക്രിസ്മസ് ട്രീയുടെ ഷേപ്പ് വേണമെന്നൊക്കെ അല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് സെല്ലോ ടാപ്പൊക്കെ എടുത്ത് പണി ആരംഭിച്ചു. കൊണ്ടാച്ച് 2-3 ദിവസം കഴിഞ്ഞേരാണ് കേട്ടോ വർക്ക് ആരംഭിച്ചത്. അപ്പം ഞാൻ ആദ്യം ഒരു സെല്ലോ ടാപ്പ് വെച്ചിട്ട് അതിൻ്റെ ഒരറ്റം ഞാൻ അവിടെ ടാപ്പ് ചെയ്തിരുന്നു. എന്നിട്ട് ഞാൻ അതിങ്ങനെ ചുറ്റി വന്നിരുന്നു. അതിലിടക്ക് ആ ടാപ്പ് ചെയ്തെടുക്കുന്ന മാലയൊന്ന് പൊട്ടി. അപ്പോൾ ഞാൻ രണ്ടാമതൊന്നും കൂടെ ടാപ്പ് ചെയ്യുമെന്ന്. അപ്പോൾ കണ്ടോ, ഇതൊന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്യാം, കാരണം ഇത് ചുരുട്ടിക്കഴിഞ്ഞാൽ ആ ടാപ്പ് കാണത്തില്ല. അപ്പോൾ പിന്നെ ആ ഇതിലൊന്ന് ചുരുട്ടിയിട്ട് മുകളിലോട്ടേക്ക് എടുക്കണം ആ മാല. അപ്പോൾ കുപ്പി ഈ ഒരു ഷേപ്പിലായതുകൊണ്ട് നമുക്ക് ആ ഷേപ്പിൽ തന്നെ ക്രിസ്മസ് ട്രീയും കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ കുപ്പി എടുക്കാൻ മാക്സിമം നോക്കുക. അന്ന് 7up സ്പ്രൈറ്റ് വാങ്ങിയിട്ട് അങ്ങനെ ഒരു കുപ്പി അവിടെ ബാലൻസ് ആയതായിരുന്നു. അതിൻ്റെ മൂടി കാണാനില്ലായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ പല രീതിയിലൊന്ന് നോക്കുന്നുണ്ട്. കാരണം ഞാൻ ആ ഒരു ജോയിൻറ്റും കൂടെ ഒന്നവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, കാരണം ഇളകി വരറല്ലോ. പിന്നെ ഇതിങ്ങനെ ചുരുട്ടിയാൽ ആ ഒട്ടിച്ചൊന്നും കാണത്തില്ല. ശരിക്കും ഇത് മക്കളെ പറ്റിക്കാൻ വേണ്ടിയിട്ടൊരു ഇതാണ്, കാരണം മക്കൾക്ക് ക്രിസ്മസ് ട്രീ വേണം തന്നെ. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു ഒന്ന് പറ്റിക്കാം. ഞാൻ സമയമുണ്ടെങ്കിൽ പുൽക്കൂടൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു. ഒരു 2 വർഷം മുമ്പ് ഒക്കെ ഞാൻ പുൽക്കൂട് ഉണ്ടാക്കിയിരുന്നു. നമ്മളെ നാട്ടിൽ ഈ പുല്ലുണ്ടായിരുന്നു, ഈ മേച്ചിൽ പുറത്തെല്ലാം ഉണ്ടാകുന്ന അതൊക്കെ വെട്ടിക്കൊണ്ടാന്നിട്ടെല്ലാം ഉണ്ടാക്കാറുണ്ടായിരുന്നു. ഇപ്പം പിന്നെ ജോലിക്ക് പോകുന്നതുകൊണ്ട് വീട്ടിലെത്താനൊക്കെ വൈകും. അപ്പോൾ പിന്നെ അതിനൊന്നും സമയം കിട്ടാറില്ല. അപ്പം ഞാൻ ഈ വാങ്ങിച്ച സാധനങ്ങളും കൂടെ അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സേഫ്റ്റി പിന്നാണ് കേട്ടോ എടുത്തത്. കണ്ടോ, ഈ ഒരു ഇതിലേക്ക് നമ്മൾ സേഫ്റ്റി പിൻ എടുത്തിട്ട് അതിൽ കൊളുത്തി വെക്കുവാണ്. അപ്പോൾ ഇതുവരെ വീഡിയോ എടുത്താന്നത് മോനായിരുന്നു. ഇപ്പോൾ മോൻ എവിടെയോ പോയി. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാൻ ഇതേ വഴിയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഞാനൊന്ന് വീഡിയോയിലെടുത്ത്. അപ്പോൾ ഉള്ള സാധനങ്ങൾ ഞാനൊരു ക്രിസ്മസ് അപ്പൂപ്പനും ഒരു ബെല്ലും ഒരു ചെണ്ടിയും 2 മുട്ടൊക്കെ മേടിച്ചിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തത്. ഒരു ഭാഗം സെറ്റ് ചെയ്യേണ്ട സാധനം ഞാൻ വാങ്ങിയിട്ടുള്ളൂ, കാരണം ഒരു 3-4 ദിവസത്തേക്ക് മക്കൾ ഒരു ആഗ്രഹത്തിനാക്കി കൊടുക്കുന്നത് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ മക്കൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കാൻ, നമുക്ക് ചെറിയ ചിലവ് ചെയ്തു കൊടുക്കാം എന്നും ഒരു ഇതിൽ ഞാൻ ചെയ്തതാണ്. വലിയ ക്രിസ്മസ് ട്രീ ഒന്നുമല്ല. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാനൊരു സ്റ്റാർ ഞാൻ തന്നെ വരച്ചൊട്ടിച്ചാണ് കേട്ടോ. അപ്പോൾ അത് സ്റ്റാറിൻ്റെ ഷേപ്പാണോ എന്ന് ചോദിച്ചാൽ അല്ല. അപ്പോൾ ഇതാ മോന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ക്രിസ്മസ് ട്രീ, കാരണം അവർക്കറിയത്തില്ലല്ലോ അത് വലുതാണോ ചെറുതാണോ എന്നല്ല. അപ്പോൾ അവന് അത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അവരെ സന്തോഷത്തിനാണല്ലോ നമ്മളിതൊക്കെ ചെയ്തത്. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.